അങ്ങനെ ഞാനൊരു 2 ആഴ്ച എൻ്റെ വീട്ടിൽ നിന്നിട്ട് എൻ്റെ മാപ്പിളിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജവഹർക്ക് അവിടെ കാത്തുകഴിഞ്ഞ് എന്നെ റെയിൽവേ സ്റ്റേഷനിലെ തലശ്ശേരിയിലാണിത്. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല വിശപ്പുണ്ടായിനി. ഞാൻ കോഴിക്കോട് നിന്ന് ഒന്നും കഴിക്കാണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ജവഹർക്ക് ഒരു ഹാഫ് ബിരിയാണി, ഞാനൊരു ഫുൾ ബിരിയാണി വാങ്ങി. ഫുൾ ബിരിയാണി വാങ്ങുമ്പം തിന്നുന്നുള്ള ഒരു വലിയ ഇതോടുകൂടിയൊന്നും അല്ല സത്യത്തിൽ വാങ്ങണത്. പക്ഷെ അന്നേരത്തെ വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് അങ്ങനെയൊക്കെ വാങ്ങിപ്പോവും. മൂപ്പര് ബിരിയാണി അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്ത്. പിന്നെ എൻ്റെ ബിരിയാണി കംപ്ലീറ്റ് ചെയ്യാനും മൂപ്പര് സഹായം വേണ്ടി വന്നു. എന്നാൽ എനിക്ക് ഈ വാഴൻ്റെ ഇലയിൽ പൊതിഞ്ഞ ഇതുണ്ടല്ലോ, ബിരിയാണി ആയാലും ചോറാണെങ്കിലും എന്ത് പൊതിച്ചോറാണെങ്കിലും എന്ത് സംഗതിയാണ് വാഴൻ്റെ ഇലയിൽ പൊതിഞ്ഞ് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷമാണ്. അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് ഞാനുള്ളത്. പിന്നെ ബിരിയാണി പിന്നെ നല്ല ടേസ്റ്റാട്ടോ. അവിടുത്തെ MRIയിലെ ഫുഡുകളൊക്കെ ഒരുവിധമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫുഡുകൾ തന്നെയാണ്. അങ്ങനെ ബിരിയാണി എല്ലാം കഴിച്ച് നമ്മൾ ഒരു ഇതൊക്കെ ഓർഡർ ചെയ്തു. ഒരു ജ്യൂസ്, ലൈം ടീ. എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ ജ്യൂസിനോട് പ്രിയമുള്ള ആളല്ല, അതുകൊണ്ട് ലൈം ടീ ഒക്കെ കുടിച്ച് പൈസ കൊടുത്ത് ബാക്കി പൈസ കിട്ടിയത്, ബില്ലടിച്ചപ്പോൾ കിട്ടിയത് നല്ല 20ൻ്റെ കോയിൻ. അത് സത്യത്തിൽ എനിക്ക് കൗതുകം തോന്നി. കാരണം ഞാൻ 20ൻ്റെ കോയിൻ കണ്ടിട്ടില്ല. കണ്ടുപോലുണ്ടാവും, പക്ഷെ എന്നാലും ഞാൻ കണ്ടിട്ടില്ല ഇനി. പിന്നെ ഞങ്ങൾ പുറത്തുണ്ടേനു നല്ല പലഹാരങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കും. MRIക്കാർ ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കുന്നത് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. അതിൽ നിന്നൊരു നുറുക്ക് പോലത്തെ ഒരു സാധനം എടുത്തിട്ട് ബില്ലാക്കി. അവിടുത്തെ സ്വീറ്റ്സൊക്കെ ഒന്ന് നോക്കി. കാരണം ഞാൻ സ്വീറ്റ്സ് ഒന്നും തിന്നാറില്ല പറഞ്ഞാൽ തീരെ തിന്നൂല എന്നല്ല, ഇടയ്ക്കൊക്കെ. അങ്ങനെ പുറത്തിറങ്ങി വണ്ടിയിൽ കയറിയിട്ട് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. യാത്ര എന്ന് പറയുമ്പോൾ ലോങ് ഒന്നുമല്ല, എൻ്റെ മാപ്പിളിൻ്റെ വീട്ടിലേക്കാണ്. അവിടുന്ന് ഒരു 5-8 കിലോമീറ്റർ അപ്പുറത്ത്. അപ്പം ചെറുതായിട്ട് കൈയൊക്കെ പിടിച്ച് വെറുതെ വീഡിയോ എടുക്കല്ലേന്ന് വിചാരിച്ചിട്ട്. പിന്നെ കുറച്ചും കൊണ്ട് മുന്നോട്ട് പോയാൽ മാഹിയിൽ നല്ല ഗേറ്റ് അടവുണ്ട്. ഈ ഗേറ്റ് അടവുണ്ട് പറയുമ്പോൾ എന്തോ തിന്നാണ്ടെന്ന് പറഞ്ഞ പോലെ തോന്നും. പക്ഷേ ഗേറ്റ് അടവ് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ ഗേറ്റ് അടവിൽ കുറേ കാത്തുനിന്ന് ക്ഷമയില്ലാണ്ട് കാത്തുക്കലുണ്ടേനി. ഇപ്പം ആ സംഭവമൊന്നും എവിടെ അങ്ങനെ നമ്മളെ കോഴിക്കോടൊന്നും ഇല്ലല്ലോ. പക്ഷെ മാഹിയിലുണ്ട്, മാഹിയിലൊരു സ്ഥലത്തുണ്ട്. അപ്പം അവിടെ ഫ്ലൈ ഓവർ വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഫ്ലൈ ഓവർ വന്നാൽ അതും കഴിയും. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.